കൊച്ചു പ്രായത്തിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഏതെങ്കിലുമൊക്കെ ടൈറ്റിലിൻ്റെ കീഴിൽ ഏതെങ്കിലും ഒരു കരിയർ ടൈറ്റിലിൻ്റെ കീഴിൽ കോച്ച് ചെയ്യാനും ട്രെയിൻ ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് ഇപ്പം നടക്കുന്നത്. കുട്ടികൾക്ക് ബാല്യവും കൗമാരവും ഒക്കെ സന്തോഷമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതിലൂടെ അവർക്ക് വളരേണ്ടതായ വ്യക്തിത്വവും അതുപോലെ നൈപുണ്യങ്ങളും ഒക്കെ വളരാനും ജീവിതത്തെ പറ്റി നല്ല കാഴ്ചപ്പാടുണ്ടാകാനും ഒക്കെ അവരെ ആദ്യകാലങ്ങളിൽ പരിശീലിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വലിയ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയൊക്കെയുള്ള കോച്ചിങ് ഒന്നും വേണ്ടെന്നല്ല, അത് വേണ്ടവരെ മാത്രം അതിന് വിടുക. എല്ലാവരിലും ഡോക്ടറും എല്ലാവരിലും എൻജിനീയറും എല്ലാവരിലും IAS ഒക്കെ കാണുന്നത് ഒരു രോഗമുള്ള സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികളൊക്കെ ടീനേജിൽ എത്തിക്കഴിഞ്ഞാൽ പേരൻസിനൊക്കെ ഒരു ആങ്സൈറ്റി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അവർ നാളെ എന്തായിത്തീരും, ഇങ്ങനെയൊക്കെ പോയാൽ അവരെവിടെ എത്തും എന്നൊക്കെയുള്ള കാര്യത്തിൽ അവർക്ക് വലിയ ആശങ്കകളുണ്ട്. രണ്ട് തരത്തിലാണ് ആശങ്കകളുണ്ടാകുന്നത്. ഒന്ന്, കുട്ടികൾ തന്നെ ചിലപ്പോൾ വലിയ ആങ്സൈറ്റിയും ഒക്കെ കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അവരെയൊക്കെ എങ്ങനെ അവരുടെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയും എന്നൊക്കെയുള്ള തരത്തിൽ പേരൻസിന് ആശങ്കകളുണ്ട്. രണ്ടാമത്, ലോകത്ത് ഇന്ന് സാഹചര്യങ്ങൾ, കോമ്പറ്റീഷൻസ് കൂടുന്നു, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ കൂടുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാതാപിതാക്കളെ ആങ്സൈറ്റിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മാതാപിതാക്കളുടെ ഒരു സ്വാഭാവിക ആങ്സൈറ്റിയൊക്കെ വളരെ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ പേരൻസിൻ്റെ മെൻ്റൽ ഹെൽത്ത് കുറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാരോഗ്യവും കാഴ്ചപ്പാടും ഒക്കെ കുറയുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ആങ്സൈറ്റിയുടെ ഡിഗ്രി വർദ്ധിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ഇച്ചിരി പേടിയുള്ളവരും ടെൻഷനുള്ളവരും ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആകുലതകൾ വർദ്ധിക്കുകയും കുട്ടികളെ പറ്റിയുള്ള ആശങ്കകൾ വർദ്ധിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ കൃത്യമായിട്ട് മുതലെടുക്കുന്ന ഒരു രീതി ഇന്ന് സമൂഹത്തിലെല്ലാ സ്ഥലത്തും ഉണ്ട്. പ്രത്യേകിച്ച് ഈ മാർക്കറ്റിംഗ് സംവിധാനങ്ങളൊക്കെ, അല്ലെങ്കിൽ ചന്തയുടെ പിടിയിൽ വീഴുക എന്ന് പറയും. കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വലിയ ഗൈഡൻസിലേക്കും വലിയ കോച്ചിങ്ങിലേക്കും ഓരോരോ പർട്ടിക്കുലർ ഫീൽഡിലേക്കുള്ള സ്പെസിഫിക് കോച്ചിങ്ങിലേക്കും ഒക്കെ കുട്ടികളെ കൊണ്ടുവന്നു. ഇനി കോഡിംഗ് ആണ് ലോകത്ത് വരാൻ പോകുന്നത്. കോഡിംഗ് അറിയാത്തവർക്ക് ഇനി ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ സിവിൽ സർവീസൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായം മുതലേ അത് പഠിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ IITയിലും മെഡിസിനും ഒക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 5ാം ക്ലാസ് മുതലേ കോച്ചിങ് തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല ഭാവത്തോടു കൂടിയാണ് ഇവരൊക്കെ വരുന്നത്. കാരണം നമ്മുടെ പിള്ളേരെ എല്ലാം അങ്ങ് നന്നാക്കാൻ വേണ്ടിയാണ് വരുന്നത്. എനിക്കറിയാവുന്നൊരു പാർട്ടിയുണ്ട്, പുള്ളി IIT എന്നൊക്കെ വന്ന ആളാണെന്നും പറഞ്ഞിട്ട് ആദ്യകാലത്തൊക്കെ പുള്ളി ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സെൻസിറ്റൈസ് ചെയ്യുന്ന ടോക്കുകളൊക്കെ ആയിരുന്നു. വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് പുള്ളി വിദേശ രാജ്യത്തെ ചില യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ഏജൻറ്റുകളായും ചില പ്രത്യേക മേഖലയിലെയൊക്കെ കോച്ചിങ്ങും ഒക്കെ ആയിട്ട് പുള്ളിയും അതിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും തന്നെ, എനിക്കറിയാവുന്ന ചില സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിനെതിരെ കുറച്ചുകൂടെ സന്തോഷമായിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് വന്ന സ്കൂളുകളാണ്. ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്കൂളുകളെല്ലാം ഈ ചന്തയുടെ പിടിയിലായി കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയാണ് അവരും ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, കാരണം ഞാൻ ഈ വീഡിയോയിലൂടെയൊക്കെ ശ്രമിക്കുന്നത് പേരൻസിനെയും കുട്ടികളെയും കുടുംബങ്ങളെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ്, ആർക്കും എതിരല്ല. പക്ഷേ സത്യങ്ങളെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മളീ പുറത്ത് കാണുന്ന ഈ ആഘോഷങ്ങളൊക്കെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഒക്കെയാണ്. വളരെ സൂക്ഷിച്ച് വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടാനായിട്ട്. ഒന്നാമത് ചെറിയ പ്രായത്തിലെ IAS എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വിടുമ്പോൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ എന്നോട് തന്നെ പലരും പറയാറുണ്ട്, ഞങ്ങൾ ഇത്തരം അക്കാഡമിയൊക്കെ നടത്തുന്നത് കുട്ടികളെല്ലാം ഒന്ന് കോമ്പറ്റീറ്റീവ് ആക്കുക, അവരുടെ ലീഡർഷിപ്പ് കൂട്ടുക എന്നൊക്കെയുള്ള നല്ല ഉദ്ദേശങ്ങളേ ഉള്ളൂ, അല്ലാതെ IAS ഒന്നും എല്ലാവരെയും IAS ആക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാനിതൊക്കെ പറയുമ്പോഴും ഞാൻ അവിടെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കളുടെ മനസ്സിലേക്ക് ഉടനെ IAS അങ്ങ് കയറുകയാണ്. കുട്ടികളെ നിങ്ങൾ ചിലപ്പോൾ അവിടെ ഒരു കോമ്പറ്റീറ്റീവായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യാനും അവരുടെ സ്മാർട്ട്നെസ് ഡെവലപ്പ് ചെയ്യാനും ജനറൽ അവയർനെസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ആയിരിക്കും കുട്ടികളെ നിങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ പേരൻസ് അപ്പോഴത്തേക്ക് IAS സ്വപ്നം കണ്ടു തുടങ്ങുന്നു. പിന്നെ അതോടുകൂടി അവരുടെ കുട്ടികളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ പേരൻസ് തന്നെ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തരം ടൈറ്റിലുകൾ തന്നെ വേണോ? കുട്ടികളെ കോമ്പറ്റീറ്റീവ് ആക്കാനും കുട്ടികളെ സ്മാർട്ടാക്കാനും കുട്ടികളുടെ കോമ്പീറ്റൻസി വർദ്ധിപ്പിക്കാനും, അല്ലെ അവരുടെ ജനറൽ അവെയർനെസ് വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള
ശ്രമത്തെ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പേരിട്ട് വിളിക്കുന്നതല്ലേ നല്ലത്. ഇങ്ങനെയൊക്കെയുള്ള ടൈറ്റിലുകളുമായിട്ട് അത് കൂട്ടിക്കുഴച്ചാൽ ഇതൊക്കെ ആവശ്യമില്ലാത്ത പ്രഷറുകൾ കുട്ടികളിലേക്ക് ഉണ്ടാകും. ഒരു 10 കുട്ടികൾക്ക് വേണ്ടി എത്രയോ കുട്ടികളെയാണ് നശിപ്പിച്ച് കളയുന്നത്. അതുപോലെ തന്നെ ഈ എൻട്രൻസ് കോച്ചിങ് എന്നൊക്കെ പറയുന്നത് അതിന് പൊട്ടൻഷ്യൽ ഇല്ലാത്ത കുട്ടികളെ വിട്ടിട്ട് ഒരു കാര്യമില്ല. ഒരു ബേസിക് പൊട്ടൻഷ്യൽ, പ്രത്യേകിച്ച് കണക്കിന് കഴിവില്ലാത്തൊരു കുട്ടി എഞ്ചിനീയറിങ്ങിന് പോകുന്നതും അതുപോലെ തന്നെ ഭയങ്കര കോമ്പറ്റേറ്റീവായിട്ട് പഠിക്കാൻ കഴിയാത്തൊരു കുട്ടിയെ മെഡിസിന് വിടുന്നതുമൊക്കെ വളരെ അപക്വമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അങ്ങനെയൊക്കെയുള്ള ടൈറ്റിലിൻ്റെ പുറകിന് ചെറിയ പ്രായത്തിലെ അവരെയൊക്കെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കുഴപ്പമാണ്. ഇനിയും +2 കഴിഞ്ഞാൽ പോലും അത്തരം കുട്ടികളെ അവരുടെ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം മേഖലകളിൽ വിടാതിരിക്കുകയാണ് നല്ലത്. എനിക്ക് അറിയാവുന്ന ഒരാളുടെ കഥ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വളരെയധികം തല്ലി പഴുപ്പിച്ച് ഒരു കുട്ടിയെ MBBS-ൽ കൊണ്ടെത്തിച്ചു. ആ കുട്ടി MBBS ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു. അത് MBBS പഠിച്ചു. MBBS കഴിഞ്ഞ് അതിന് പിന്നെ ഒരുപാട് വർഷങ്ങൾ ശ്രമിച്ചിട്ട് പോലും അതിന് PGക്ക് ഒരു അഡ്മിഷൻ കിട്ടാതെ വന്ന് അത് ഡിപ്രഷനാവുകയും ആ കുട്ടി ഇന്ന് ലോകത്തില്ല. ഇതുപോലുള്ള ഒത്തിരിയും കേസുകൾ എനിക്കറിയാം. കാരണം പല കുട്ടികളെ സംബന്ധിച്ച് അതിനുള്ള കോമ്പിറ്റൻസി ഇല്ല. കോമ്പിറ്റൻസി എൻട്രൻസ് ചെയ്യിക്കാൻ മാത്രമല്ല, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കോമ്പിറ്റൻസി വേണം. ഇത് കഴിഞ്ഞിട്ട് ഉള്ള ആദ്യകാലത്തൊക്കെ വലിയ സ്ട്രഗിൾസ് ഉണ്ട്. ആ സ്ട്രഗിൾസൊക്കെ നേരിടാൻ പലതരത്തിലുള്ള കോമ്പിറ്റൻസീസ് വേണം. അപ്പോൾ ലൈഫ് സ്കിൽസ് വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വേണം, ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം. അപ്പോൾ അക്കാഡമിക് സ്കില്ല് മാത്രം പോരാ, പലതരത്തിലുള്ള കാര്യങ്ങൾ അവരെ ചലഞ്ച് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ പറ്റുന്ന ഒരു കുട്ടിയുടെ ബേസാണ് ആദ്യം നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ എല്ലാ പേരൻസും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു സമഗ്രമായ വികസനം ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കാനാണ്. ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും അവരുടെ വികസനത്തിന് ഉറപ്പുവരുത്തി പഠിപ്പിക്കുക. അല്ലാതെ കുറേ ട്യൂഷനും കൊടുത്ത് കുറേ മാർക്കും വാങ്ങിപ്പിച്ച് അതിൽ മാത്രം കുറേ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ച് ഒരു കുട്ടിയെ ചാമ്പ്യനാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവർ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾ ജയിക്കുക, ഏതെങ്കിലുമൊക്കെ പ്രൊഫഷനിലൊക്കെ എത്തും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവിടെ അവർക്ക് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒരു ജോലി ചിലപ്പോൾ കിട്ടാതെ വരുന്നു. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് രംഗത്തൊക്കെ വരുന്ന കുട്ടികൾക്ക് നല്ല സോഫ്റ്റ് സ്കിൽസും ലീഡർഷിപ്പും ഇമോഷണൽ ഇൻ്റലിജൻസും നല്ല പേഴ്സണാലിറ്റിയും ഒക്കെ ഇല്ലെങ്കിൽ അവർക്ക് ഒരു ടീം വർക്കിംഗ് ആയിട്ടുള്ള ഇന്നത്തെ മോഡേൺ ജോബ്സ് ഓപ്പർച്യൂണിറ്റീസിലൊന്നും അവർക്ക് എത്താൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ ഒന്നും ജോലിക്ക് എടുക്കത്തില്ല. കാരണം വളരെ കോമ്പീറ്റൻസിയുള്ള, വളരെ എക്സെപ്ഷണലായിട്ട് ലീഡർഷിപ്പുള്ള കുട്ടികളെയൊക്കെയാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വെറുതെ ഒരു എഞ്ചിനീയറായിട്ട് അവസാനം ആ കുട്ടിക്ക് വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏത് രംഗത്തേക്ക് പോകുമ്പോഴും, ഒരു ടീച്ചറാകുന്ന ആളാണെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗത്തിൽ കയറുന്ന ആളാണെങ്കിലും ഇവർക്കെല്ലാം വേണ്ട ഒരു ബേസിക്കായിട്ട് വേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഫീൽഡിലേക്കും പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് നൈപുണ്യങ്ങളും ആറ്റിറ്റ്യൂഡും ഒക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും കുട്ടിയെ സമഗ്രമായി വളർത്താനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അപ്പോൾ നല്ല ഉദ്ദേശമുള്ള ആൾക്കാരെല്ലാം ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് മാതാപിതാക്കളെ നന്നായിട്ട് ഗൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട നല്ല ട്രെയിനിങ് കൊടുക്കുക. കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു 15 വയസ്സ് വരെ കുട്ടികളെ എങ്ങനെ സമഗ്രമായി ഒരുക്കിയെടുക്കുക, ഈ കാര്യങ്ങളാണ് ഇന്ന് മാതാപിതാക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾ ഇതിലൊക്കെ ക്യാരിഡ് അവേ ആകുകയും ഒരു വലിയ സ്വപ്നങ്ങൾ കാണുകയും ഒരുപക്ഷെ ആ സ്വപ്നവും കുട്ടിയും തമ്മിൽ ചേരാതെ വരികയും വലിയ സങ്കടങ്ങൾ നാളെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ ചിലരെയൊക്കെ നമ്മൾ വിജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ വിജയിച്ച പല ആൾക്കാരും ജീവിതത്തിൽ സന്തോഷിക്കുന്നില്ല, കുടുംബജീവിതത്തിൽ അവർക്ക് സന്തോഷമില്ല. അവർക്ക് കിട്ടാതെ പോയ ബാല്യവും അവർക്ക് കിട്ടാതെ പോയ കൗമാരത്തിലെ സന്തോഷവും ഒക്കെ അവരുടെ അടുത്ത തലമുറയ്ക്കും കൊടുക്കാതെ ഒരു കൂടുതൽ വൈകൃതങ്ങളുള്ള അടുത്ത തലമുറയും സൃഷ്ടിക്കുന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് എല്ലാ ഏജൻസികളോടും ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളോടും ഒക്കെ പറയാനുള്ളത്, നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് അവരെ ഓർഗനൈസ് ചെയ്യാനായിട്ട് അവരുടെ പേരൻസിനെ ഓർഗനൈസ് ചെയ്യുക. ഇനി സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ഗൈഡൻസ് ആദ്യം കൊടുക്കുക. എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നെങ്കിലും പഠിപ്പിക്കുക. എല്ലാവർക്കും എല്ലാം വേണ്ട. എല്ലാ കുട്ടിയിലും ഡോക്ടറിനെ കാണാൻ കഴിയുന്ന ഒരു രോഗമാണ്, എല്ലാ കുട്ടിയിലും എഞ്ചിനീയർ ഇല്ല. ഇതൊക്കെ ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോകളൊക്കെ കേൾക്കുന്ന നിങ്ങൾ പഴയ വീഡിയോകളിലൂടെയൊക്കെ ഒന്ന് എടുത്ത് കണ്ടാൽ നല്ലതായിരിക്കും. കാരണം ഇതൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ തുടർന്നുള്ള ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ ഇതുപോലുള്ള ടോപ്പിക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത്
പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ ഒരു ഷോർട്ട് സൈറ്റഡ്നെസ് അല്ല നമുക്ക് ആവശ്യം, പെട്ടെന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടാനുള്ളൊരു ശ്രമമല്ല നമുക്ക് ആവശ്യം. കുട്ടികൾ ജീവിക്കേണ്ടവരാണ്. ഏതെങ്കിലും ഒരു ജോലിയിലെത്തിയാൽ നമ്മുടെ കടമ കഴിഞ്ഞില്ല, അവർക്കൊരു ശമ്പളം കിട്ടിയാൽ നമ്മുടെ കടമ കഴിഞ്ഞില്ല. അവർ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി റെഡിയായെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവരെ ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് തക്കവണ്ണം അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, അവരുടെ സ്വഭാവത്തിൽ ശ്രദ്ധിക്കുക, അവരുടെ വൈകാരിക ആരോഗ്യത്തിലും അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക, അവരുടെ പഠനപരമായ ക്വാളിറ്റി ശ്രദ്ധിക്കുക. ചില കുട്ടികളൊക്കെ ഒത്തിരി മാർക്ക് വാങ്ങിക്കുന്നവരാണ്. മാർക്ക് പൂർണ്ണമായ ഒരു ഇൻ്റലിജൻസിൻ്റെ അടയാളമല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. കാരണം ചില കുട്ടികളൊക്കെ കാണാതെ പഠിച്ചാണ് ഈ മാർക്ക് വാങ്ങിക്കുന്നത്. അതൊരു ഇൻ്റലിജൻസിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് തന്നെ ഇന്ന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പഠിക്കാനുള്ള കഴിവ് മാത്രമല്ല, സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ക്രിയാത്മകമായി കാര്യങ്ങളെ ചെയ്യാനുള്ള കഴിവ്, കൺസ്ട്രക്റ്റീവായി കാര്യങ്ങളെ ചെയ്യാനുള്ള കഴിവ്, ക്രിറ്റിക്കലായിട്ട് കാര്യങ്ങളെ അപഗ്രഥിക്കാനുള്ള കഴിവ്, അനലൈസ് ചെയ്യാനുള്ള കഴിവ്, ലോജിക്കലായി തിങ്ക് ചെയ്യാനുള്ള കഴിവ്, റീസൺ ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ ഒരുപാട് കഴിവുകൾ ചേർന്നതാണ്. ലൈഫ് സ്കില്ലും ഒരു ഇൻ്റലിജൻസാണ്, അതിന് സംശയമൊന്നുമില്ല. ജീവിതത്തിലെ കാര്യങ്ങളെയൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഇൻ്റലിജൻസാണ്. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മാർക്ക് മാത്രമാണെന്ന് കണക്ക് കൂട്ടിയാണ് പലരെയും കൊണ്ടുപോയി IAS കോച്ചിങ്ങിനൊക്കെ വിടുന്നത്. എല്ലാ കുട്ടികളും ഒന്നും IAS ആവേണ്ടവരല്ല. ഇനി IAS കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാളെ ഈ സിവിൽ സർവീസൊക്കെ എത്ര കണ്ട് ഇവിടെയൊക്കെ കാണും, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്തായിരിക്കും, അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൂടുമോ കുറയുമോ ഒക്കെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല എല്ലാ കുട്ടികളും ഒന്നും അതിന് ചേരുന്നവരല്ല. ചേരാത്തൊരാൾ അതിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സമൂഹത്തിന് ഉണ്ടാകുന്നുണ്ട് ഉള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. IASൽ റാങ്ക് വാങ്ങിച്ച ആൾക്കാർ വരെ അതിൽ നിരാശയുള്ളവരായിട്ട് മറ്റ് അസാൻമാർഗിക രീതിയിലൊക്കെ പോകുന്നതും പല രോഗികളാവുന്നതും വിട്ടുപോകുന്നതും രാജിവെക്കുന്നതും വലിയ സംഘർഷത്തിൽ ജീവിക്കുന്നതും പിന്നെ സർവീസിലുള്ളവരെ പല പോസ്റ്റിലും എങ്ങും ഇരുത്താതെ വീട്ടിലിരുത്തിയിരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സിവിൽ സർവീസ് ഈസ് നോട്ട് ഫോർ എവറി വൺ. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിക്കണം. അതുപോലെ എല്ലാവർക്കും ഡോക്ടറാകാനൊന്നും പറ്റില്ല. കാരണം ഡോക്ടർ എന്ന് പറയുന്ന ഒരു 10-15 വർഷത്തെ വലിയ എഫേർട്ട് വേണ്ട ഒരു മേഖലയാണ്. ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ, പഠിക്കാൻ, പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ, എന്നും പഠിക്കാനൊക്കെ വേണ്ട ഒരു മേഖലയാണ്. അതുപോലെ എൻജിനീയറിംഗ് മേഖലയിലൊക്കെ വരുന്ന ആൾക്കാർ വളരെയധികം അപ്ഡേറ്റ് ചെയ്യാനും വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പിന്നെ സ്കെയിലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ളവരായിരിക്കണം. അപ്പോൾ എല്ലാ മേഖലയ്ക്കും അതിൻ്റേതായ ചലഞ്ചസ് ഉണ്ട്. നമ്മൾക്ക് കുട്ടികളോട് ചെയ്യാവുന്നൊരു കാര്യം, കുട്ടികളെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. അവർക്ക് ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ അവരിൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ 12ൽ അവർ കൃത്യമായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പൊട്ടൻഷ്യൽ ഏതെങ്കിലും ഒരു മേഖലയിലേക്കുണ്ടെങ്കിൽ അവർ ആ പർട്ടിക്കുലർ മേഖലയിലേക്ക് പോട്ടെ. ഇല്ലെങ്കിൽ ജനറലായിട്ട് തന്നെ ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ അവർ നിൽക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അവർക്കും കൂടി തിരിച്ചറിവ് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോന്നും സെലക്ട് ചെയ്ത് അവർ മുമ്പോട്ട് പോയാൽ അതിൻ്റെ കോൺസിക്വൻസസിനെയൊക്കെ നേരിടാനുള്ള കരുത്തും സന്തോഷവും അവർ കാണിക്കും. ഒന്നും പ്രഷർ ചെയ്ത് ഒന്നും ആക്കാനായിട്ട് ആരെയും ശ്രമിക്കേണ്ട. ഈ കുത്തി നിറച്ചൊക്കെ ഓരോന്നൊക്കെ ആക്കിയെടുക്കാനായിട്ടുള്ള ഇപ്പോഴത്തെ കോച്ചിങ് സെൻറ്ററുകളുടെയൊക്കെ പദ്ധതികളൊക്കെ ഒരു മാനവിക ആരോഗ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ നാളെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കുത്തി നിറയ്ക്കുന്ന കോച്ചിങ് സംവിധാനങ്ങളൊക്കെ അത്ര നല്ലതല്ല. അത് വേണം ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ. പിന്നെ നമ്പർ ഓഫ് സീറ്റ്സൊക്കെ വളരെ കുറവാണ്, ഒരുപാട് കാൻഡിഡേറ്റ്സാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അത് എന്നും പറഞ്ഞ് നമ്മൾ കുട്ടികളെ അമിതമായി സംഘർഷത്തിലാക്കിയാൽ അവരുടെ മെൻ്റൽ ഹെൽത്തിലും ഇമോഷണൽ ഹെൽത്തിലും ഫിസിക്കൽ ഹെൽത്തിലും ഒക്കെ തകരാറുകൾ ഉണ്ടാകുകയും അതൊക്കെ ഭാവിയിൽ ഈ പറയുന്ന അച്ചീവ്മെൻറ്റുകളെയൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരെ കൊണ്ട് എത്തിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നല്ല കരിയർ ഗൈഡൻസിന് നല്ലൊരു പോംവഴിയാണ്. നല്ല കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സംവിധാനങ്ങളുടെയും ചന്തയുടെയൊക്കെ ഏജൻറ്റുമാർ വന്ന് എടുക്കുന്ന ക്ലാസ്സുകളല്ല. അതൊക്കെ വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള നല്ല വിസ്റ്റമുള്ള നല്ല ഇരുത്തം വന്ന ഗൈഡൻസ് എക്സ്പേർട്ടുകളൊക്കെയാണ് കരിയർ ഗൈഡൻസ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ ഗുണം കുട്ടികൾക്കുണ്ടാവും. അത്തരം ഗൈഡൻസ് പേരൻസിന് ആവശ്യമാണ്. പിന്നെ പേഴ്സണലായിട്ടും അങ്ങനെയുള്ള ആവശ്യങ്ങളുള്ളവർക്ക് പോയി നല്ല ഗൈഡൻസൊക്കെ എടുക്കുക. ഇതൊക്കെ ഒത്തിരി ഗുണം ചെയ്യും. എല്ലാവർക്കും നല്ല കരിയറും നല്ല ജീവിതവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പഠിത്തവും
നമ്മുടെ പൊസിഷൻസും അതുപോലെ തന്നെ നമ്മുടെ കരിയറും ഒക്കെ ജീവിതത്തിന് വേണ്ടിയാണ്, മറിച്ചല്ല. ജീവിതം തന്നെയാണ് പ്രധാനം. അപ്പോൾ ജീവിതത്തിന് പൂർണ്ണതയും സന്തോഷവും അതിൻ്റെ അലങ്കാരവും ഒക്കെയായി ജീവിതം മനോഹരമാകുന്നില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തു വെച്ചതെല്ലാം ഒരു വൃത്തികേടായിട്ട് അവസാനിക്കുക. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.